വണക്കം, വന്ദന, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 9-ാം തീയതി ഏപ്രിൽ മാസം 2026 രാവിലെ 8 മണി 13 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ കുറെ ദിവസങ്ങളിലായിട്ട് കഴിഞ്ഞ ഒരു 15 ദിവസമായിട്ട് ട്രേഡ് ഒന്നും എടുത്തില്ല. 15 ദിവസമായിട്ട് ട്രേഡ് എടുക്കാത്തതിന്റെ കാരണം നമ്മുടെ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും അല്ലെ. ആ കാൽക്കുലേഷൻ വർക്കാകും എന്ന് നമുക്കൊരു കോൺഫിഡന്റ് കിട്ടണം മാർക്കറ്റിൽ. ഒരു ചില ദിവസങ്ങൾ വർക്ക് ആവുന്നുണ്ട്, എല്ലാ ദിവസവും വർക്ക് ആവുന്നുണ്ട് നമ്മുടെ പോയിന്റ് ഓഫ് കൺട്രോൾ. പക്ഷെ ഈ ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗൺ, ഗ്യാപ്പ് ഡൗൺ, ഗ്യാപ്പ് അപ്പ്, ഇങ്ങനെയാണ് നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓവറോൾ ഷെയർ മാർക്കറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ രീതി ഈ നമ്മുടെ ഇറാന്റെയും ഇസ്രയേലിന്റെയും ഈ യുദ്ധ കാരണം അങ്ങനെ നിറച്ച് കാര്യങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു ഇൻട്രാഡേ പ്ലെയറും കൂടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇൻട്രാഡേ പ്ലെയർ ആണ്, ഒരു ഓപ്ഷൻ ബയർ ആണ്. നമ്മൾ 2 ലോട്ട് 3 ലോട്ടൊക്കെ വെച്ച് ചെയ്യുന്ന ഒരു സാധാരണക്കാരനാണ്. ഒരു പാസീവ് ഇൻകമിനായിട്ട് ഒരു സാധാരണക്കാരനാണ്. എൻ്റെ ഒരു ക്യാപിറ്റൽ, ചെറിയ ക്യാപിറ്റലിൽ മാസം ഒരു 20% 25% ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കൊണ്ട് കളയാൻ പാടില്ല. ഈ ഗ്യാപ്പ് ഡൗൺ, ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗൺ, ഗ്യാപ്പ് ഡൗൺ ആയതിനു ശേഷം സൈഡ് വേസ് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ അത് കൊണ്ടൊന്ന് കളയാൻ പാടില്ല. അപ്പൊ മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ട്രേഡ് എടുത്തിട്ടില്ല ഇതുവരെയ്ക്കും, ഇന്നും ട്രേഡ് എടുക്കുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ കഴിയട്ടെ. അടുത്ത ആഴ്ച നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റായി വരുമ്പോൾ നമുക്കറിയാം, മാർക്കറ്റ് തന്നെ പറയും ഓക്കെ സെറ്റായി എന്ന്. ആ സമയത്ത് അതിനനുസരിച്ച് കയറാം എന്ന് വിചാരിച്ച് ഞാൻ ട്രേഡ് എടുക്കുന്നില്ല. സോ ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിഫ്റ്റി ഫ്യൂച്ചറിന്റെ 15 മിനിറ്റിന്റെ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ സ്റ്റിക്കിന്റെ ചാർട്ടാണ് കാണുന്നത്. ഇതിന്റെ കാൽക്കുലേഷൻ എല്ലാം നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ചാർട്ട് പാറ്റേണും പിന്നെ നിഫ്റ്റി ഓപ്ഷൻ ചെയിനിന്റെ ഒരു കാൽക്കുലേഷനും അതേപോലത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ലെവൽസ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു 85% ഈ ലെവൽസ് ഒക്കെ നല്ല അക്യുറസി തരുന്നുമുണ്ട്. ഇന്നത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ, നമ്മൾ പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്, ഈ പോയിന്റ് ഓഫ് കൺട്രോൾ നിങ്ങൾ എങ്ങനെ നോക്കണമെങ്കിൽ സ്പോട്ടിൽ ഓപ്പൺ ആകുന്ന, അതായത് അറ്റ് ദ മണി ATM എന്ന് പറയും, ഓപ്പൺ ആകുന്ന ഒരു പ്രൈസ് കാണും. ഇപ്പം 24,000 ആണെങ്കിൽ 24,000. അതിന്റെ സിയും പിയും ഇവര് ലേലം സംസാരിക്കുന്നുണ്ടോ. ലേലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും 212 രൂപ എന്ന് പറയുന്ന പോയിന്റ് ഓഫ് കൺട്രോൾ, ആ റേറ്റ് പറഞ്ഞിട്ട് ആരാണോ ആ റേറ്റിൽ കൂടുതൽ 212 കൂടുതൽ ട്രേഡ് ചെയ്യുന്നത് അങ്ങോട്ടായിരിക്കും മാർക്കറ്റിന്റെ ചലനം. എക്സാമ്പിളിന് ഇപ്പൊ 24,000 ഇന്ന് രാവിലെ ഓപ്പൺ ആകുന്നു സ്പോട്ട്, നിഫ്റ്റി സ്പോട്ട്. നമ്മൾ ഈ പ്രൈസ് മൊമെന്റം എല്ലാം നോക്കുന്നത് ഫ്യൂച്ചർ വെച്ചും ATM OTM അല്ലെങ്കിൽ ITM എല്ലാം സ്പോട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് 90% ആൾക്കാർക്ക് അറിഞ്ഞൂടാ, അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എക്സാമ്പിളിന് 24,000 ആണ് ഓപ്പൺ ആകുന്നു എന്ന് വിചാരിച്ചോളൂ, ഇന്ന് 24,000 ആണെന്ന് വിചാരിച്ചോളൂ. അതിന്റെ CE 212 രൂപയ്ക്കും PE 212 രൂപയ്ക്കുമാണ് ട്രേഡ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചോളൂ. PE 224 കൂടുതൽ സസ്റ്റെയിൻ ചെയ്യുന്നു. 224 എന്ന് പറയുന്ന ആ ഒരു പ്രൈസിൽ കൂടുതൽ സസ്റ്റെയിൻ ചെയ്യുന്നു എന്ന് വെച്ചാൽ നമുക്ക് ഊഹിക്കാം നിഫ്റ്റി ഒരു താഴോട്ടുള്ള പോക്കിലായിരിക്കും. അവിടെ കാൾ ബയർ സ്ട്രോങ് ആണ്, അതായത് കാൾ സെല്ല് ചെയ്തേക്കുന്നത്, CE സെല്ല് ചെയ്തേക്കുന്നത്, ബയർ അല്ല, CE സെല്ല് ചെയ്തേക്കുന്ന ആൾക്കാർ സ്ട്രോങ് ആണ് എന്ന് നമുക്ക് വിചാരിക്കാം. ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതുകൊണ്ട് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം വീഡിയോ ഇടാത്ത ദിവസങ്ങളിൽ ടെലഗ്രാം ചാനലിൽ പോയിന്റ് ഓഫ് കൺട്രോളും ഈ ചാർട്ട് ഇടുന്നു. ഇന്നലെ മാത്രം ഒരു ദിവസം മിസ്സായുള്ളൂ. ബാക്കി എല്ലാ ദിവസവും വീഡിയോ ഇട്ടില്ലെങ്കിലും ടെലഗ്രാം ചാനലിൽ ചാർട്ടും നമ്മുടെ പോയിന്റ് ഓഫ് കൺട്രോളും റെഗുലർ ആയിട്ട് ഇട്ടുകൊണ്ടേയിരിക്കും. അത് നിങ്ങൾ സ്റ്റഡി ചെയ്യാം, നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാം. പക്ഷേ വളരെ സിമ്പിൾ ആയിട്ടുള്ള സെറ്റപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നത്. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. കണ്ടതിൽ നന്ദി, നമസ്കാരം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.